Hello guys, ബാദപ്പൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ബാദപ്സ് വ്ലോഗ്. നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ പേപ്പറില്ല, ഇതല്ല ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയത്, വെറുതെ ഡൗൺലോഡ് ചെയ്തു. നമ്മൾ റിയൽമി X7 Pro 5G കുറേ വരെയൊക്കെ കുറിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ മ്യൂസിക് ഇട്ടെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് സ്ക്രാച്ചസ് ഉള്ള ബോക്സാണ്. ഞാനിത് കാണിച്ച് എൻ്റെ വീട്ടിൽ എന്ത് പറയും. ശരി, നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാം 1 ക്വാളിറ്റി ആണോ 2nd ക്വാളിറ്റി ആണോ. അതായത് ഇതിൻ്റെ ബോക്സ് 2nd ക്വാളിറ്റി ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ് രീതിയിൽ അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നൈഫ് വേണം. നൈഫ് എടുക്കാം, കട്ട് ചെയ്യാം. ഓക്കെ. ഗൈസ്, ഇത് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന കത്തിയായതിനാൽ അല്പം താമസം ഉണ്ടാകും. പറഞ്ഞിട്ട് കാര്യമില്ല, ഫോൺ കട്ടായി പോകും. ഫീൽ ചെയ്യും. നമ്മുടെ ഡേറ്റ്സ് കൂട്ടിക്കുമ്പോഴാണ് ഇതുപോലെ. ഓക്കെ, ഇതിപ്പോൾ എഴുതിയിരിക്കുന്നത് ഡു നോട്ട് അക്സെപ്റ്റ് ഇഫ് സീൽ ഈസ് ബ്രോക്കൺ. ഇത് നമുക്ക് എടുക്കണ്ട, അതും ബ്രോക്ക് ചെയ്ത് ഗൈസ്. ഞാൻ ബ്രോക്ക് ചെയ്തപ്പെട്ടി ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഇതിന് വിലയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ക്യാമറ ഒക്കെ ഇതിലുണ്ട്, സ്ക്രീൻ സൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് നിരാശപ്പെടുത്തിയത് ഈ ഫോൺ ഇന്ത്യയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും മെയ്ഡ് ഇൻ ചൈന എന്നായില്ലോ. Uncover the extraordinary speed. വീണ്ടും മ്യൂസിക്. ഇത് എല്ലാവരും കണ്ടുണ്ട്. ഇതൊരാവശ്യമില്ലാതെ എല്ലാ ഫോണിലും വയ്ക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സേഫ്റ്റി യൂസ് ചെയ്യണം. സണ്ണി ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്, സേഫ്റ്റി ഫസ്റ്റ്. അടുത്ത് തന്നെ റിയൽമി ക്യുക്ക് ഗൈഡ്. ക്യുക്കായിട്ട് ഇൻസ്റ്റാൾ സിം ആൻഡ് മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല, മെമ്മറി കാർഡ് ഇടാമോ? ഡ്യുവൽ സിം ആൻഡ് മെമ്മറി അങ്ങനെയാണോ? ഓക്കെ, ഇനിയല്ലോ ഇനിയൊന്നുമില്ല. നെക്സ്റ്റ്, ഇനിയാണ് നമ്മുടെ ഫോൺ പിടിക്കുന്നത്. ഈ ഫോൺ ചാടിക്കുന്നത് ഇങ്ങനെ ചാടിക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ ഫോൺ മാറ്റി വയ്ക്കുക. അങ്ങനെയാണ് വലിയ വലിയ ആൾക്കാർ ചെയ്യണത്. പ്രൊഫഷണൽസ് ഇങ്ങനെ ആദ്യം ഫോൺ മാറ്റി വയ്ക്കും. പ്രൊഫഷണൽ. പിന്നെ നമ്മളിത് തുറക്കണം. നമ്മുടെ സൂപ്പർ ഡേർട്ട് ഇത് മറ്റേ കേസാണല്ലേ. ഇത് എത്ര 60 65 വാട്ട് സൂപ്പർ ഫ്ലാഷ് ചാർജിങ് ആണ്. ഇത് എഴുതിയിട്ടില്ലല്ലോ വാട്ട്. 10 വോട്ടാ? നോ, ഇത് വോൾട്ട്. വാട്ട് എവിടെയാ? അതൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. മതി. 60 ഹെഡ്സ് 1.8 എന്നൊക്കെ എഴുതിയിട്ട് കവറൊക്കെ എടുത്ത് കാണിക്കും. നമുക്കൊരു ഇത് എന്ത് കളറുണ്ട്? ഇവിടെ നോക്കിയാൽ ചാര, അവിടെ പിടിച്ചാൽ നീല, ഇവിടെ പിടിച്ചാൽ ചാര, അവിടെ പിടിച്ചാൽ നീല. അതാണ് ഇവിടെ കവർ. പിന്നെ നമുക്ക് ഇത് ചാർജറാണ്. ടാസ്ക് കീറുകളായിട്ടെ. നമുക്കൊരു C-പോർട്ട് ചാർജറാണ് കിട്ടിയിരിക്കുന്നത്. നീളമുണ്ടോ കേട്ടോ? സ്പ്രിങ് ചാർജറാണ് ഗൈസ്. കുഴപ്പമില്ല, 1 മീറ്റർ ഉണ്ട്. 1 മീറ്റർ കുത്തിയുടെ കുത്തിയിടാൻ നമ്മളുണ്ടെങ്കിൽ. പിന്നെ നമുക്കുള്ളത് മറ്റേ കുൻട്രാപ്പാണ്, മറ്റേ സിമ്മൊക്കെ കുത്തിച്ചാരിക്കുന്ന സാധനം. ബട്ടർഫ്ലൈ രീതിയിലാണ്. പിന്നെ നമുക്ക് OTG അല്ലത്. ഹെഡ്സെറ്റ് കുത്താൻ സംഭവമില്ലല്ലേ. നമുക്ക് തൊള അഡീഷണൽ കമ്പനി തരികയാണ്. ഫോണിന് തുളയില്ലാത്ത നമ്മൾ സ്റ്റെപ്പിന് തുളയിൽ വെച്ചണം ഹെഡ്സെറ്റ് കുത്താൻ.
സാധനം തുറന്നു കേട്ടോ. ഈ സാധനം കുത്തിയിട്ട് ഇതിൽ കുത്തിയിട്ട് വേണം. ഇപ്പം ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചു. എന്തൊക്കെ ഒരു ഫോൺ മറ്റേ സൂക്ഷിക്കണം. ഫോണിൻ്റെ ഒരു ബാഹ്യ ഘടകമാണിത്. ഇവിടെ ഇട്ടേക്കാം. ഇത് മറ്റൊരു ഈ സാധനം പിന്നുണ്ടെങ്കിലും കിട്ടും. എല്ലാം മാറ്റി വെച്ചോളൂ. ഇനി നമുക്ക് ഫോൺ എടുക്കാം. ഇനി നമ്മുടെ ഫോൺ എടുക്കാം. ഫോൺ എടുക്കാൻ ഫോൺ ഇങ്ങനെ വലിച്ചൂരി എടുക്കണം. ഇവിടെയാണ് നമ്മൾ ഫിംഗർ പ്രിൻ്റ് വേണ്ടത്. നമുക്ക് ഫോൺ ഊരി എടുക്കാം. അയ്യോ തുറന്നിട്ട് ഇനി കോമഡിയോ നമ്മുടെ ഫോൺ തുറന്നാണ് വെച്ചിരിക്കുന്നത്. ഇതെന്തൊന്നും അതിൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അത് വേണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് സാധനം ഒട്ടിക്കണം. ഇത് 30,000 രൂപ അടുത്ത് വാങ്ങുന്ന സാധനത്തിന് നല്ലൊരു സ്ക്രീൻ ഗാർഡ് അവർക്ക് ഒട്ടിച്ചു തരാൻ പാടില്ല. ഇതിൻ്റെ പുറകെ നമ്മുടെ ഫോണിൻ്റെ കളർ നോക്കും. Wow, it's awesome. Awesome, fantastic, marvelous, fabulous. കണ്ടോ BGM ഒക്കെ തന്നെ കിട്ടും. ഗൈസ്, ഈ സാധനം നമ്മൾ പറിച്ചു കളയണം. ചില വൃത്തികെട്ടവന്മാർ ജീവിതകാലം മുഴുവനും ഈ സാധനം ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളങ്ങനെയല്ല, നമ്മൾ പറിച്ചു കളയട്ടെ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ചിലപ്പോൾ പറിച്ചു. അത് പറിച്ച് വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ കവറിൽ ഒട്ടിച്ചു വയ്ക്കാം. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് യുവർ കൺസ്യൂമർ റൈറ്റ്സ് പ്ലീസ് കീപ് ഇറ്റ് ടുഗദർ വിത്ത് ദ വാറണ്ടി കാർഡ്. വാറണ്ടി കാർഡ് എവിടെ? വാറണ്ടി കാർഡ് ഡൗൺലോഡ് ചെയ്യണം. വാറണ്ടി കാർഡ് പിന്നെ ചെയ്ത് ഇവിടെ ഇതോ? ഇല്ല, അവിടെ ഉണ്ടോ വാറണ്ടി കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടായിരിക്കില്ല അമ്മ ഒട്ടിച്ചു. അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ഇത് നമ്മുടെ ബോക്സിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം നമ്മുടെ മൊബൈലിൽ. അതല്ലേ എവിടെ വരുന്നത്? നമ്മൾ പറിക്കുന്നു, എന്നിട്ട് നമ്മുടെ ബോക്സിലേക്ക് ഒട്ടിക്കുന്നു. കളയുന്നില്ല കേട്ടോ, സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ 64 MB ക്വാഡ് ക്യാമറ. 64 MB ക്വാഡ് ക്യാമറ. അപ്പോൾ ഈ ഫോണിന് എത്ര ക്യാമറ ഉണ്ട്? 1 2 3 4 ക്യാമറ. ഗൈസ് 4 ക്യാമറ ഉണ്ട്. ഡെയർ ടു ലീപ്പിൻ്റെ മീനിങ് എന്നാ? ലീപ്പ് ചാടുക, ചാടാനുള്ള. ഇത് ഓണാക്കണോ? പിന്നെ ഓണാക്കണ്ടേ? അപ്പോൾ ഓണാക്കട്ടെ. അപ്പോൾ ഫോണിൽ നിന്ന് കടയിൽ നിന്ന് പോകുമ്പോൾ കുത്തിയിട്ടിട്ട് ഓണാക്കണമെന്ന് പറയുന്നത് ഗൈസ് ഓണാക്കാൻ പോകുന്നു. കുത്തിയിട്ടിട്ടല്ല, ഒരുപാട് യൂസ് ചെയ്യാൻ നേരം ഗൈസ് നമ്മുടെ ഫോൺ ഓണാവുകയാണ്. ഗൈസ് ഓണാവുന്നില്ല. പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതുന്നുണ്ട്. പ്രതാപിച്ചിട്ടൊക്കെ സമ്മതിക്കണം. നമ്മുടെ റിയൽമി ഇത് വന്നിരിക്കുന്നു. മാറ്റി ലാംഗ്വേജ് അത് വെറൈറ്റിക്ക് ST അടിച്ചാലോ? ഏതാ ഇംഗ്ലീഷ് ഇത് തന്നെയല്ലേ? ഓസ്ട്രേലിയ ഉണ്ടല്ലോ. ടച്ച് എങ്ങനെയാണ് നോട്ടെ? 120 Hz അല്ലേ എന്ന് പറഞ്ഞത്? ഇത് വളരെ സ്മൂത്താണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ സ്മൂത്തിക്കൊണ്ട് പോകണം. ഇത്ര മതി. നെക്സ്റ്റ് അടിക്കുക. നമ്മുടെ ഈ രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യും. തപ്പി പിടിക്കേണ്ട ക്വസ്റ്റ്യൻ എച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യ. റിയൽമി സ്മാർട്ട് ഫോൺ യൂസർക്ക് പിന്നെ നമുക്ക് നെക്സ്റ്റ് അടിക്കാൻ പറ്റില്ല. ഗൈസ്, നമ്മുടെ വൈഫൈ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. വൈഫൈ നമുക്ക് പിന്നീട് കണക്ട് ചെയ്യാം. സ്കിപ്പ് അടിക്കുക. ചിലപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും ബെസ്റ്റ് വൈഫൈ അത് വേണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്തോളൂ. നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ടു മൊബൈൽ നെറ്റ്വർക്ക്. ഓട്ടോമാറ്റിക് സ്വിച്ച് അത് നമ്മൾ ടിക്കറ്റ് കൊടുത്തു. ഇപ്പോൾ ഏതെങ്കിലും ടൈമിൽ നമ്മുടെ വൈഫൈ എങ്ങാനും ഓഫ് ആയി പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്തോളൂ. അത് നല്ല കാര്യമുണ്ട്. PUBG കളിക്കുമ്പോൾ പറ്റാറുണ്ട്. യൂസ് ലൊക്കേഷൻ അലോ സ്കാനിങ് കൊടുക്കണം. സർവീസസ് ടു സ്കാൻ ഫോർ വൈഫൈ നെറ്റ്വർക്ക് ആൻഡ് നിയർ ബൈ ഡിവൈസസ് അറ്റ് എനി ടൈം ഈവൻ വെൻ വൈഫൈ ഓർ ബ്ലൂടൂത്ത്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ 2 ഓഫ് ചെയ്യാം. ലൊക്കേഷനൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കൊടുത്താൽ മതി.
ഇൻസ്റ്റാൾ സെൻഡ് യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഡാറ്റ. നമുക്കത് ഓഫ് ചെയ്യാം. അവർക്ക് എപ്പോഴും അവർക്ക് ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ പ്രൈവസി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ അപ്ഡേറ്റ്സ് ഓക്കെ, അത് നമുക്ക് ഓട്ടോ അപ്ഡേറ്റ് ഒഴിവാക്കി ഇടാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സെറ്റിങ്സിൽ കയറേണ്ടി വരും. ഗോ ടു സെറ്റിങ്സ് ആപ്ലിക്കേഷൻ മാനേജർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഇതാണ് നമ്മുടെ ഈ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്യുന്നത്. ലെറ്റർ. ഓക്കെ, നമുക്ക് ലെറ്റർ പിന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റർ. ഓക്കെ, ഓട്ടോ അപ്ഡേറ്റ് ഓവർനൈറ്റ് അത് നമുക്ക് ഓഫ് ചെയ്ത് തരാൻ വേണമെങ്കിൽ. ഓട്ടോ അപ്ഡേറ്റ് ആണ്, നമുക്ക് മാനുവലായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അപ്ഡേറ്റ് ചെയ്യാം. ഇമ്പോർട്ടഡ് ഡാറ്റ ഫ്രം ആൻ ഓൾഡ് ഫോൺ. ഗൈസ് എൻ്റെ ഫോൺ അടിച്ച് കീറിങ്ങി പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഓൾഡ് ഫോണിൽ നിന്നൊന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ വെൽക്കം ചെയ്തിരിക്കുകയാണ്. വെൽക്കം യു. ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓ യെസ് ഗൈസ്, നമ്മുടെ ഫോൺ ഇത് ഓണായിരിക്കുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാ പ്രൊഫഷൻസ് എടുക്കുമ്പോൾ ക്യാമറ എടുത്ത് നോക്കുന്നു. അടിപൊളി, വാ. ഓക്കെ, എന്നിട്ട് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ക്യാമറ എല്ലാ സാധനങ്ങളും നോക്കാം. ഫോൺ എടുക്കണ വഴി എല്ലാ ആപ്പും ചറ ഓപ്പൺ ചെയ്യാം. ക്ലോൺ ഫോൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സിറ്റ് അടിക്കുക. സെറ്റിങ്സ് ഇതിൻ്റെ നമ്മൾ ചുമ്മാ നോക്കി ഫോണിൻ്റെ അബൌട്ട് ഫോൺ വെറുതെ ഒരു കാര്യമില്ലെങ്കിലും നമ്മൾ വെറുതെ നോക്കാം. ആൻഡ്രോയിഡ് 10. ഓ, ഇതാണ് നമ്മൾ ആൻഡ്രോയിഡ് 10. നമുക്ക് വേണമെങ്കിൽ പറക്കി കളിക്കാൻ സാധനങ്ങൾ. ഇത് ആൻഡ്രോയിഡ് 0.1 ആക്കാം. നമ്മൾ ആൻഡ്രോയിഡ് 1 യൂസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമുക്കത് വലിപ്പം കുറയ്ക്കാം. എനിക്ക് ഇഞ്ചി. ഓ നോ, ഇവനത് വേറെ എന്തൊക്കെയോ ആക്കുന്നു. എംബ്ലം മാറ്റാം. ഇത് ചിരിക്കാൻ പറ്റും. ഐ ഡോണ്ട് നോ, മേ ബി. വേറെ എന്തൊക്കെയാ ഇതിൻ്റെ റാമും റോമും കാര്യങ്ങളൊക്കെയാ? അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. എബൌട്ട് ഫോൺ ഏതോടെ 113 GB അവൈലബിൾ. 128 GB. അപ്പോൾ ബാക്കി GB ബാക്കി അവരടിച്ച് പറ്റി. 8 GB റാം നമുക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫോൺ സക്സസ്ഫുള്ളി അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണിക്കാം. അപ്പോൾ ഗൈസ്, വീണ്ടും കാണുന്ന വരി.